ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. വീണ്ടും നമ്മളൊരു എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഫേസ് അല്ല, ബോഡി അല്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള നെക്കാണ് പ്രശ്നം. അപ്പോൾ പലരും നെക്ക് ഒരു പ്രോബ്ലമായിട്ട് വരികയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോക്കസ് ചെയ്യുമ്പോൾ, നമ്മൾ വർത്തമാനം പറയുമ്പം, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഒരു നീണ്ടോടുള്ള നെക്കാണെങ്കിൽ അവിടുത്തെ ചുളിവും അവിടുത്തെ വരയും എടുത്ത് കാണിക്കും. അതെങ്ങനെ മാറ്റും? അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. പെട്ടെന്ന് മാറത്തില്ല. നമ്മൾ ക്രീം ഇട്ടാലോ, ഇപ്പോൾ ഒത്തിരി പേരുണ്ട്, റെറ്റിനോയിഡ് ഇടുന്നു, നിയാസിനമൈഡ് ഇടുന്നു, വൈറ്റമിൻ സി ഇടുന്നു, പക്ഷേ ഇതുകൊണ്ടൊന്നും ഇത് മാറത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഏജ് കഴിയുമ്പോൾ അവിടുത്തെ നമ്മുടെ കൊളാജനും നമ്മുടെ ഒരു ഫൈബ്രോബ്ലാസ്റ്റ്, നമ്മുടെ ഒരു ഫാറ്റ്, ഇത് ഡിപ്ലീറ്റ് ആവും, കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ചുളിവും വരയും ഒക്കെ പ്രത്യക്ഷമാകും. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കിത് മാറ്റാൻ പറ്റും? എങ്ങനെ നമുക്ക് സ്കിൻ ടൈറ്റൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഏജ് കൊണ്ട് മാത്രമല്ല, ചിലവർക്കുണ്ട് ഇപ്പോൾ ഒരു ലോങ് നെക്ക്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കും ചിലവർക്ക് നല്ല ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ, ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻസ് ഭയങ്കരമായിട്ട് അത് വിസിബിൾ ആവും, ഫോട്ടോയിലും എല്ലാത്തിലും. അപ്പോൾ അത് പലർക്കും ഒരു അലട്ടുന്നൊരു പ്രശ്നമാണ്. അതിൽ നമ്മൾ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിൽ ഫലപ്രദം അല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ്, വേൾഡ് വൈഡ് ഉപയോഗിക്കുന്നത്. മോർഫീസ് എന്ന് പറഞ്ഞൊരു MNRF ആണ്. ദിസ് ഇസ് വേൾഡിലെ ബെസ്റ്റ്. ഇപ്പോൾ എവിടെ പോയി ചോദിച്ചാലും മോർഫീസ് ഉണ്ടോ? മോർഫീസ് എന്ന് പറഞ്ഞാൽ MNRF. ഇതൊരു സെലിബ്രിറ്റി MNRF അല്ലെങ്കിൽ മൈക്രോ നീഡിൽ RF എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമുക്കിത് കാണാം. നമ്മുടെ കൂടെ ഉള്ളത് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് ആ നെക്ക് ലൈൻ എങ്ങനെയെങ്കിലും മാറ്റി തരുമോ? ഞാൻ ഷൂട്ടിന് പോകുന്നുണ്ട്, ഞാൻ പലപ്പോഴും ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ നെക്ക് ലൈൻ മാറുന്നില്ല. ഈവൻ എഡിറ്റർ പോലും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ നെക്ക് ലൈൻ എങ്ങനെയെങ്കിലും മാറ്റിക്കൊണ്ട് വരാനായിട്ട് പറയും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു നമ്പിങ് ക്രീം ഇടും. നമ്പിങ് ക്രീം ഇട്ടിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2 കോമ്പിനേഷനാണ് ചെയ്യുന്നത്. ഒന്ന് റേഡിയോ ഫ്രീക്വൻസി ചെയ്യും. ഇപ്പോൾ റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ RF എനർജി വെച്ച് നമുക്ക് എന്താ വെച്ചാൽ ആദ്യം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അത് ഫേസും നെക്കും ചെയ്യുന്നു. അപ്പോൾ ഒരു ജോ ലൈൻ ഷാർപ്പൺ ആവുന്നു, സ്കിൻ നന്നാവുന്നു, ഒരു ഗ്ലോ വരുന്നു. അത് എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഒരു ടൈറ്റനിങ് കിട്ടുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലൈൻസിനെ ട്രീറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ MNRF അല്ലെങ്കിൽ മോർഫീസ് വെച്ച് ചെയ്യും. അപ്പോൾ ഒരു 1 hourൻ്റെ പ്രൊസീജിയറാണ്. ഒരു 45 minutes നമ്പിങ് ക്രീം ഇടും, പിന്നെ ഒരു 30 minutes ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പേഷ്യൻറ്റിന് ബാക്ക് ടു നോർമൽ ചെയ്യാം. നോ ഡൗൺ ടൈം, അതായത് പിറ്റേ ദിവസം അവർക്ക് വർക്കിന് പോവാം, എല്ലാ ജോലിയും ചെയ്യാം, വെയിലത്ത് പോവാം, എവറിത്തിങ് ദേ ക്യാൻ ഡു ഇറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. എപ്പോഴാണ് ഈ റിസൾട്ട് കാണുന്നത്? കാരണം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊളാജനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ടൈറ്റനിങ്, അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 1 to 1.5 months. പക്ഷേ ചിലപ്പോൾ ഒറ്റ സിറ്റിങ് തന്നെ ഒരു 30% ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. പക്ഷെ നല്ല ലൈൻസ് ആണെങ്കിൽ ദേ മേ നീഡ് ഒരു 3 to 4 sessions ചെയ്യും. പക്ഷേ ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നൗ അവൈലബിൾ ഇൻ ട്രിവാൻഡ്രം. ഓക്കെ, താങ്ക് യു.